ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു എക്സലിന്റെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം. എന്താണ് അതിന്റെ മെയിൻ പാർട്സ്, എവിടാണത്, എവിടാണ് അതിന്റെ ലൊക്കേഷൻസ്. ആദ്യമേ പഠിക്കേണ്ടത് കോളംസ്. കോളംസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സീരീസ് ഓഫ് സെൽസ്. സെൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ റെക്ടാങ്കുലർ ബോക്സിനെയും പറയുന്ന പേരാണ് സെൽസ്. വെർട്ടിക്കൽ സീരീസ് ഓഫ് സെൽസിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഓരോ കോളത്തിനും ഓരോ നെയിം ഉണ്ട്. എ, ബി, സി, ഡി. ഇതിനെ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് കോളം ഹെഡർ. അടുത്തത് റോസ്. റോസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സീരീസ് ഓഫ് സെൽ. ഓരോ റോസിനും ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചാണ് നെയിം കൊടുത്തേക്കുന്നത്. അതാണ് റോ ഹെഡർ. അടുത്തത് ഒരു എക്സൽ ഷീറ്റിൽ എത്ര കോളം ഉണ്ട്, എത്ര റോസ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ കീബോർഡിൽ Ctrl+Shift ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ പൊസിഷനിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. സി ഒരു വർക്ക് ഷീറ്റിൽ, എക്സൽ ഷീറ്റിൽ നോർമലായിട്ട് ഉള്ള റോസിന്റെ എണ്ണമാണ് 1,048,576. അതേപോലെ കോളംസ് 16,384 കോളംസ് ഉണ്ട്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നെയിം ബോക്സ്. നെയിം ബോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സെൽസിൽ മൗസ് പോയിന്റ് കൊണ്ട് വെക്കുമ്പോൾ ഓരോ സെല്ലിനും ഓരോ നെയിം ഉണ്ട്. അതറിയാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതാണ് ആക്റ്റീവ് സെല്ല്. ആക്റ്റീവ് സെല്ലിൽ മൗസ് വെച്ചാൽ അതിന്റെ അഡ്രസ്, ആ സെല്ലിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ നെയിം ബോക്സ് പറയുന്നത്. ആ നെയിം ബോക്സ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നെയിം ബോക്സ്. നെയിം ബോക്സിന് നെയിം കൊടുക്കുന്നത് ഫസ്റ്റ് കോളത്തിന്റെ നെയിമും സെക്കൻഡ് റോസിന്റെ നെയിമും ആയിരിക്കും. എക്സാമ്പിൾ ഇതിന്റെ കോളം ഡി, റോ 7. സോ D7. മൗസ് പോയിന്റ് നമ്മൾ ഇവിടെ വെച്ചാൽ C6. നെക്സ്റ്റ് ഫോർമുല ബാർ. ഈ കാണുന്ന അതാണ് ഫോർമുല ബാർ. നമ്മൾ ഈ സെല്ലിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നോ, എക്സാമ്പിൾ അതിൽ നമ്മളിവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നോ, എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് ഈ ഫോർമുല ബാറിൽ കാണിക്കും. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമ്പർ ടൈപ്പ് ചെയ്യുക, C100 ഡിസ്പ്ലേ ചെയ്ത്. ഇൻ കേസ് നമ്മളൊരു ഫോർമുല ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ മാത്രം ഡിസ്പ്ലേ ചെയ്യും. ബട്ട് ഫോർമുല ബാറിൽ എന്താണോ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ കാണിക്കും. നെക്സ്റ്റ് നമുക്ക് വർക്ക്ഷീറ്റ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു വിൻഡോയെ പറയുന്ന പേരാണ് വർക്ക്ഷീറ്റ്. ഇവിടെ കാണുന്ന പ്ലസ് സൈൻ ഉപയോഗിച്ച് നമുക്ക് എത്ര വർക്ക്ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക്ഷീറ്റ് ആ കളർ വൈറ്റ് ആയിരിക്കും. ബാക്കി എല്ലാ വർക്ക്ഷീറ്റും ഡിഫാൾട്ട് ആയിട്ട് ഗ്രേ ആയിരിക്കും കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കളർ മാറ്റാം. ഓക്കെ. നെക്സ്റ്റ് സ്ക്രോൾ ബാർ. ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക്ഷീറ്റിൽ കണ്ടന്റ് ഈ വിൻഡോയിൽ കൂടുതൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ, ഇത് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. നെക്സ്റ്റ് ഇതാണ് സൂം കൺട്രോൾ. നമുക്ക് ആ വിൻഡോ ഒന്ന് എൻലാർജ് ചെയ്ത് കാണണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് സൂം കൺട്രോൾ. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സോ ലെറ്ററിന്റെയോ ഫോണ്ട് സൈസ് സെയിം തന്നെ ആയിരിക്കും. നമ്മൾ സൂം ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ഒന്നും ചെയ്യത്തില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആപ്പിളിന്റെ ഫോണ്ട് സൈസ് എന്താണ്? 11. ഓക്കെ, ഇനി നമുക്ക് ഇത് സൂം ചെയ്ത് നോക്കാം. ആപ്പിളിന്റെ ഇപ്പോഴും 11 തന്നെയാണ്.
അങ്ങനെ മാറ്റമൊന്നുമില്ല. നമുക്ക് ഓൺലി വിസിബിൾ ആക്കാം. അപ്പിയറൻസ് ഒന്ന് ലാർജ് ആക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പിയറൻസ് ഒന്ന് ലാർജ് ആക്കാൻ വേണ്ടി മാത്രം സൂം ഇൻ ഔട്ടും ആക്കും. നെക്സ്റ്റ് റിബൺസ്. റിബൺസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇവിടുന്ന് ഈ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഇതിനെ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് ടാബ്സ്. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്. ഓരോ ടാബിന്റെ അണ്ടറിലും ഓരോ കമാൻഡ്സ് ഉണ്ട്. എക്സാമ്പിൾ ഹോമിനകത്ത് ക്ലിപ്ബോർഡ് ഉണ്ട്, ഫോണിൽ കുറെ ഫങ്ഷൻസ് ഉണ്ട്, അലൈൻമെന്റ്, പ്രോപ്പർട്ടീസ്. നമുക്ക് നമ്മുടെ ഡേറ്റയെ അട്രാക്റ്റീവ് ആക്കാനും അതിനും വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ്സ്. ഓരോ ടാബിനകത്തും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ടാബിനെയും കമാൻഡ്സിനെയും ചേർത്ത് പറയുന്ന പേരാണ് റിബൺസ്. ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോ ഹൈഡ് റിബൺ, അത് ക്ലിക്ക് ചെയ്താൽ ഫുൾ അത് ഹൈഡ് ആവും. വീണ്ടും ഷോ ടാബ്സ്, അപ്പോൾ നമുക്ക് ടാബ്സ് മാത്രം കാണും. വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ്, അപ്പോൾ ഫുൾ കാണും. നമ്മൾ സംടൈംസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടണമെങ്കിൽ ഹൈഡ് റിബൺ കൊടുക്കും. അപ്പൊ നമുക്ക് കുറച്ച് ലാർജ് ആയിട്ട് ആ വർക്ക് ഷീറ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഈ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമുക്കിവിടെ യൂഷ്വലി ഡിഫാൾട്ടായിട്ട് സേവ് കാണും, ഫോർവേഡ്, ബാക്ക്വേഡ് ഓപ്ഷൻസ് ആണ്. നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് ഇട്ടതാം. ഇത് ലിസ്റ്റിൽ ഇല്ലാത്തത് വേണമെങ്കിൽ ഈ മോർ കമന്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എടുത്തിടാം. നെക്സ്റ്റ് ടൈറ്റിൽ ബാർ. ഈ വർക്ക് ഷീറ്റ് നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് അതിന്റെ പേരായിരിക്കും, അതിന്റെ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനെ നമുക്ക് ടൈറ്റിൽ ബാർ എന്ന് പറയും. നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാർ ഈ കാണുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻഡ് ചെയ്യുകയോ പ്ലസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഫങ്ഷൻ കൊടുക്കാതെ ജസ്റ്റ് ഓവറായിട്ട് സെലക്ട് ചെയ്താൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഈ സ്റ്റാറ്റസ് ബാർ കാണിക്കും. ആവറേജ് 3.6, കൗണ്ട് 3, സം 11. അതാണ് സ്റ്റാറ്റസ് ബാർ.